തിരുവനന്തപുരം കല്ലമ്പലം KTDC സ്കൂളിലെ റാഗിംഗ് പരാതി പോലീസിന് കൈമാറി സ്കൂൾ മാനേജ്മെന്റ്. സംഘം ചേർന്നുള്ള ആക്രമണമെന്ന പരാതി സ്കൂൾ മാനേജ്മെന്റ് തള്ളുകയാണ്. ആരോപണ വിധേയനായ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നും വിശദീകരണം. പരിക്കേറ്റ +2 വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിലാണ്. കഴിഞ്ഞ ജനുവരി 22-നായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം. KTCT സ്കൂളിലെ തന്നെ 9 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ പരാതി. പരുക്കേറ്റ +2 വിദ്യാർത്ഥി മുഹമ്മദ് സയ്യിദ് അലി 10 ദിവസത്തിലധികമായി ചികിത്സയിൽ തുടരുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം സ്കൂൾ മാനേജ്മെന്റിനും കല്ലമ്പലം പോലീസിനും പരാതിയും നൽകിയിരുന്നു. തുടർന്ന് സ്കൂൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് സംഘം ചേർന്നുള്ള ആക്രമണമല്ലെന്ന വിശദീകരണം. മുഹമ്മദ് സയ്യിദ് അലിയും +1-ലെ ഒരു വിദ്യാർത്ഥിയും തമ്മിലായിരുന്നു തർക്കം. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികളെല്ലാം ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും സ്കൂൾ അധികൃതർ പോലീസിന് കൈമാറിയ പരാതിയിൽ പറയുന്നു. ആരോപണ വിധേയനായ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ നടപടിയെടുത്തിരുന്നുവെന്നും വിശദീകരിക്കുന്നുണ്ട്. കല്ലമ്പലം പോലീസും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചികിത്സയിൽ തുടരുന്ന വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. 9 പേർ ചേർന്ന് മർദ്ദിച്ചുവെന്നും നടപടി വേണമെന്നുമാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.